ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി ഗ്രിൽ ചിക്കനാണ്. ഗ്രിൽ ചിക്കൻ അതിൻ്റെ കൂടെ വെജിറ്റബിൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഗ്രിൽ ചിക്കൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിന്നിവിടെ ഒരു 4 കോഴി എടുത്തിട്ടുണ്ട്. ഒരു കോഴീനെ 4 പീസ് ആണ് ആക്കേണ്ടത്. 4 പീസ് ആക്കിയതിന് ശേഷം നമ്മളത് കഴുകിയെടുക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരൽപ്പം മൈദ, കുറച്ച് മതി മൈദ, പിന്നെ കുറച്ച് വിനിഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീര്, ഇതെല്ലാം ചേർത്ത് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റോ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ കോഴി നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 2-3 പ്രാവശ്യം കോഴി കലക്ക് വെള്ളം ഒന്ന് ഒഴിവാക്കി വീണ്ടും നല്ല രീതിയിൽ നല്ല വെള്ളത്തിലൊന്ന് കഴുകി എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കോഴി വളരെ നല്ല വൃത്തിയാകുന്നതുമാണ്. കോഴിയുടെ കെട്ട വാടെല്ലാം പോവും. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട വെജിറ്റബിൾ ഞാനൊരു 4 ഉരുളക്കിഴങ്ങ്, 3 ക്യാരറ്റ്, ഒരു 5-8 കൂസ ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ എല്ലാം ക്ലീനാക്കി റൗണ്ടാക്കിയിട്ടാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ മുകളിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ക്യാപ്സിക്കം റൗണ്ടാക്കി വെട്ടിയിട്ടുണ്ട്, ഒരു 4 തക്കാളി റൗണ്ടാക്കി വെട്ടിയിട്ടുണ്ട്. പൈറക്സിനകത്ത് കുറച്ച് പാർസ്ലിയാണ് ഞാൻ നിരത്തി വെച്ചിട്ടുള്ളത്. പാർസ്ലി ഇല്ലെങ്കിൽ മല്ലിച്ചപ്പും വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം ഞാൻ സുറുക്കയാണ് ഒഴിച്ചിട്ടുള്ളത്. വിനേഗർ ഇല്ലാത്തവർക്ക് ചെറുനാരങ്ങ ഉപയോഗിക്കാം, ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനീഗർ ഉപയോഗിക്കാം. പിന്നെ ഒരു 3 സ്പൂൺ തൈര്, ജിഞ്ചർ ഗാർലിക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഉപ്പ്, ഓയിൽ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഒരൽപ്പം ഓയിൽ കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. കാശ്മീരി ചില്ലി പൊടി ഉണ്ടെങ്കിൽ അതും കൂടി നല്ലതാണ്, നല്ല കളർ കിട്ടുന്നതിന് വേണ്ടി. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമ്മൾ ഈ പൈറക്സിനകത്തേക്ക് വെജിറ്റബിളാണ് ആദ്യം നിരത്തി വെക്കേണ്ടത്. ക്യാരറ്റ്, കൂസ, പൊട്ടാറ്റോ. അതിന് മുകളിലേക്ക് നമ്മൾ ചിക്കൻ ഇതുപോലെ ഒന്ന് നിരത്തി വെക്കുക. അതിൻ്റെ മുകളിൽ ഞാനിതിൽ 1.5 കോഴിയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്, ഒരു പൈറക്സിനകത്ത്. പിന്നെ അതിൻ്റെ കൂടെ ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, ക്യാപ്സിക്കം, ഇനി കളർ പെപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നിരത്തി വെക്കുക. അതിനുശേഷം നല്ലൊരു അലൂമിനിയം ഫോയിൽ എടുത്ത് നല്ല രീതിയിലൊന്ന് ടൈറ്റാക്കി മൂടി വെക്കണം. ഇതിനെ നമ്മൾ ഓവനിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും വീട്ടിൽ ഇതേപോലെ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിൻ്റെ കൂടെ വൈറ്റ് റൈസ് ആയിരിക്കും ഏറ്റവും വളരെ ഉത്തമമായിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല, കാരണം ചിക്കന് വെജിറ്റബിളൊക്കെ വെന്തതിൻ്റെ ആ ചാറ് തന്നെ ഇതിലുണ്ടായിരിക്കുന്നതാണ്.